തലയിൽ തൊപ്പി ധരിച്ചാലും താടി വളർത്തിയാൽ മുസ്ലിമാണോ, അത് വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. വളരെ നിസാരമായി കാണേണ്ടതല്ല. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ രോമാഞ്ചജനകമായ അധ്യായമാണ് തലയിൽ തൊപ്പി ധരിച്ച താടി വളർത്തിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്നുള്ള മഹാനവറുകൾ. അദ്ദേഹം തന്റെ പഠനവുമായി ലണ്ടനിൽ തിരിഞ്ഞ് നേരെ നാട്ടിലേക്ക് വരുമ്പോൾ INA-യുടെ സ്വാതന്ത്ര്യ പോരാളികൾ ബ്രിട്ടീഷ് കോടതിയുടെ ജയിലറയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ RSSകാരോ അല്ലെങ്കിൽ ഈ തൊപ്പി പ്രശ്നമാണെന്നും അതുപോലെ താടി പ്രശ്നമാണെന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നില്ല. അവരെ വാദിച്ച് അവരെ സ്വതന്ത്രമാക്കാൻ ഇവിടെ തൊപ്പി ധരിച്ച താടി വളർത്തിയ മൗലാന മുഹമ്മദ് അലി ജൗഹറായിരുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് മുഹമ്മദ് അലി ജൗഹർ? ആബിദ ബേഗം ഉമ്മയുടെ പൊന്നുമോനാണ്. അദ്ദേഹം ലണ്ടനിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മുംബൈയുടെ തുറമുഖത്ത് അദ്ദേഹത്തെ പഠനത്തിന് വേണ്ടി അയക്കുന്ന സമയത്ത് തന്റെ മകന്റെ കയ്യിൽ ഒരു ടവൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മകനെ, നീ പഠിക്കാൻ പോകുന്നത് ലണ്ടനിലാണ്. അവിടെ പാശ്ചാത്യ സംസ്കാരം നിന്റെ ദീനിനെ വെച്ചുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നീ അകപ്പെട്ടു പോകുമ്പോൾ നിന്റെ മനസ്സിൽ തോന്നണം, നീ ഒരു യതീമായിരുന്നു, നിന്നെ പോറ്റി വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മയുടെ ഓർമ്മ ഇവിടെ വരണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി ഗാന്ധിജി പോലും പറയാറുണ്ടായിരുന്നു. വളരെ ധൃതിയുള്ള സമയമാണ്. ഈ സമയത്ത് ഈ ഒരു സംഭവം, അതായത് മുസ്ലിങ്ങളെ സ്മരിക്കപ്പെടാതെ നാം സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണെങ്കിൽ ആ ആഘോഷത്തിൽ ഒരു പരിപൂർണത ഉണ്ടാവുകയില്ല എന്ന് അല്പം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വലിയ ഒരു രോഗിയായിരുന്നു. ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ അടിമയായ സമയത്ത് അദ്ദേഹം ആ സമയത്താണ് ലണ്ടനിൽ, എന്റെ പ്രിയമുള്ളവരെ, ഒറ്റമേശ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാളുടെ ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഗാന്ധിജി തെരഞ്ഞെടുത്തത് മുഹമ്മദ് അലി ജൗഹറെയാണ്. ഗാന്ധിജി പറയുന്നു, ഈ ലോകത്ത് ഒരു ഉമ്മയുടെ മേൽ ഒരാളുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യണമെങ്കിൽ അതിന് അർഹതയായ ഒരു ഉമ്മയുണ്ടെങ്കിൽ അത് ജൗഹർ അലിയുടെ ഉമ്മയാണ്. കാരണം ധീരാദേശാഭിമാനമാക്കി വളർത്തിയെന്ന് മാത്രമല്ല, അതോടൊപ്പം ആ ഉമ്മ നല്ല മതബോധമുള്ള ഒരു ആളാക്കി വളർത്തി എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായി നാം മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ മക്കളെ നാം വളർത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ധീരാദേശാഭിമാനികളായി വളർത്തലോടുകൂടി അതോടൊപ്പം അവരെ നല്ല മതബോധമുള്ളവരായി വളർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ധീരാദേശാഭിമാനികളാവുക, അതോടൊപ്പം നല്ല മതബോധമുള്ളവരാവുക എന്നുള്ളത് ഒറ്റമേശ സമ്മേളനത്തിലെ ആ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുമ്പിൽ അദ്ദേഹം സംസാരിക്കാൻ ഒരുപാട് പ്രതിനിധികൾ വരുമ്പോൾ, അവരുടെ ഊഴമെത്തുമ്പോൾ, ഓരോരുത്തരും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, മുഹമ്മദ് അലി ജൗഹറിന്റെ ഊഴമെത്തുമ്പോൾ അദ്ദേഹം സംസാരിക്കാൻ എഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ വന്നത് 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് 32 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ സിംഹാസനത്തിൽ നിന്ന് ജോർജ് ചാമൻ വിളിച്ചു പറഞ്ഞു, ഇല്ല, 5 മിനിറ്റിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കുകയില്ല. അപ്പോൾ പറഞ്ഞു, ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും സംസാരിക്കാൻ അവസരം നൽകണമെന്ന് വാദിച്ചുകൊണ്ട് ആ അവസരം നേടിയെടുക്കുകയും അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കനൽ ഭിത്തികൾ കോരിത്തിരിക്കാൻ തുടങ്ങി. അദ്ദേഹം, നാം അടിമത്ത രാജ്യത്തിൽ നമ്മുടെ മുകളിൽ ആധിപത്യം നടത്താൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഇവിടുത്തെ ആധിപത്യം നടത്താനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമാണെന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്ന് ജോർജൻ ചാമൻ എഴുന്നേറ്റുകൊണ്ട് ഒരു സിംഹക്കുട്ടിയെപ്പോലെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നിർത്തണം, നിന്റെ മുഹമ്മദിനെ കുറിച്ചും നിന്റെ അല്ലാഹുവിനെ കുറിച്ചും ഇവിടെ സംസാരിച്ചു പോകരുത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട ജോർജ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന 5-ാമൻ ജോർജിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ജോർജ്, സിംഹഗർജനത്തെ പോലെ പുലിക്കുട്ടിയെ പോലെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ജോർജ്, എന്റെ മുഹമ്മദിനെയും എന്റെ അല്ലാഹുവിനെ കുറിച്ച് പറയരുത് എന്ന് ഈ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ 1-ാമതായും 2-ാമതായും
മൂന്നാമതായും ഞാനൊരു മുസ്ലിമാണ്, എന്റെ മുഹമ്മദിനെ കുറിച്ച് ഞാൻ പറയും. നീ എന്റെ രാജ്യത്തെ കുറിച്ച് പറയണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാൻ പറയുന്നു, ഞാനൊരു ഇന്ത്യക്കാരനാണ്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്ത് മനസ്സിലായതുകൊണ്ട് എന്താണ് ആ മുഹമ്മദ് അലി ജൗഹറിന്റെ ആ മതബോധവും ആ ധീരാദേശ അഭിമാനം? എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം അതുപോലാകണം. നമ്മുടെ ദീനിനെ തൊട്ട് കളിക്കാൻ വന്നാൽ ആർക്കും വിട്ടുകൊടുക്കരുത്. നമ്മുടെ രാജ്യത്തെ തൊട്ട് കളിക്കാൻ വന്നാൽ ആർക്കും വിട്ടുകൊടുക്കരുത്. നാം ധീരാദേശ അഭിമാനികളും അതുപോലെ നല്ല മതബോധമുള്ള വിദ്യാർത്ഥികളായി വളരണം. അതുപോലെ നാം നമ്മുടെ മക്കളെ വളർത്തണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ടിപ്പു സുൽത്താന്റെ ചരിത്രം എടുത്തു നോക്ക്. ഈ രാജ്യത്തിന് വേണ്ടി മുസ്ലിമുകൾ ചെയ്ത ചരിത്രം ഓരോന്നെടുത്തു നോക്ക്. എത്ര ആളുകളാണ്? 27,000 മുസ്ലിമുകളാണ് ഈ രാജ്യത്തിന് വേണ്ടി ഷഹീദായ. ഒരുപാട് സംഭവം ചരിത്രങ്ങള് ഇവിടെ സമയത്തിന്റെ അഭാവം കൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ധീരാദേശ അഭിമാനികളായും നല്ല മതബോധമുള്ളവരായും അല്ലാഹു നിങ്ങളെ വളർത്തട്ടെ. ടിപ്പു സുൽത്താൻ പള്ളി ഉദ്ഘാടനം വന്നപ്പോൾ അദ്ദേഹം ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന ആരെന്ന് പറഞ്ഞില്ല. ആരായിരുന്നു ടിപ്പു സുൽത്താൻ? അദ്ദേഹം പറഞ്ഞു, ഈ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളെ കൂട്ടത്തിൽ 7 വയസ്സ് മുതൽ ഇന്നേ വരയ്ക്കും ഒരു നിസ്കാരം കളാക്കാത്തവരില്ല, ഇമാം ജമാഅത്ത് തെറ്റിക്കാത്തവർ ആരുണ്ടോ അവരെന്റെ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യണം. ആരും എഴുന്നേറ്റില്ല. ഉമറാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവിടുന്ന് പറഞ്ഞു, ടിപ്പു സുൽത്താൻ ഞാൻ തൽക്കാലം ഉദ്ഘാടനം ചെയ്യാം. ആ തിരക്കിന്റെ ഇടയിൽ പോലും ഒരിക്കൽ പോലും ഇമാം ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മുടെ മക്കളെ നല്ല മതബോധമുള്ളവരാക്കി വളർത്തില്ല എങ്കിൽ നമ്മുടെ പരിശുദ്ധമായ മക്കയേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അയോധ്യ എന്ന് മുസ്ലിമുകൾ എത്ര സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. എന്തുകൊണ്ട്? മതബോധമില്ലെങ്കിൽ മക്കള് നല്ല ദേശാഭിമാനി മാത്രമല്ല, ഈ 2 നേട്ടങ്ങൾ നാം ഉണ്ടാക്കി കൊടുത്താൽ ഭാവി നമ്മുടെ മക്കള് നമ്മുടെ ഭാവിയുടെ വലിയ നമ്മുടെ സ്വപ്നങ്ങളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ബോധമുള്ള മക്കളാക്കി നമ്മുടെ മക്കളെയും നമ്മുടെ ചെറുപ്പക്കാരെയും അല്ലാഹു ഉയർത്തട്ടെ. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇന്ന് പരസ്പരം തമ്മിൽ തല്ലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സമയമല്ല. നമുക്ക് ഇത് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പോരാട്ടത്തിനെ കുറിച്ച് ഇവിടുത്തെ ബ്രിട്ടീഷുകാർ പോലും പറഞ്ഞത് ഇത് മുസ്ലിമുകളുടെ കുതന്ത്രമാണ്. മുസ്ലിമുകളുടെ കുതന്ത്രം കൊണ്ടാണ് ഇവിടെ ഒരു പോരാട്ടം തുടങ്ങിയിട്ടുള്ളത്. ഈ ഒറ്റ കാരണം കൊണ്ട് 27,000 മുസ്ലിമുകളെ കൊന്നൊടുക്കി എന്നുള്ള ചരിത്രം ആരും മറന്നു പോകരുത്. ഓരോ ചരിത്രങ്ങളും കരലലയിപ്പിക്കുന്ന ചരിത്രമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രങ്ങൾ. ഓരോന്നും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇന്ന് മുസ്ലിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഖേദങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹദൂർ ഷാ ജഫർ, അദ്ദേഹത്തിന്റെ ത്യാഗം ഒന്ന് ഓർത്തു നോക്ക്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുങ്ങില്ലായിരുന്നുവെങ്കിൽ വളരെ സന്തോഷകരമായ, സുഖകരമായ, ആഡംബരമായ ജീവിതം അദ്ദേഹത്തിന് നയിക്കാമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ അധികാരത്തെ മാത്രമല്ലല്ലോ അദ്ദേഹം ഉപേക്ഷിച്ചത്. അദ്ദേഹത്തിനെ ജയിലറയിൽ ബന്ധിതയാക്കിയപ്പോൾ വളരെ ദുഃഖിതനായി ആ വയോവൃദ്ധ വയസ്സിൽ അദ്ദേഹം ജയിലറയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു സമ്മാനത്തിന്റെ പൊതിയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തത്. വളരെ ആവേശത്തോട് തന്റെ കുടുംബം എന്തോ എനിക്ക് സമ്മാനത്തിന്റെ പൊതി അയച്ചിരിക്കുന്നു എന്ന് സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്, ആ സമ്മാനത്തിന്റെ പൊതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ആ 2 മക്കളുടെ 2 തലയോട്ടികളായിരുന്നു ആ പൊതിയിലുണ്ടായിരുന്നത്. എത്ര ത്യാഗമാണ് ഈ മുസ്ലിമുകളെ ചെയ്തത്. വാരിയംകുന്ന് മുഹമ്മദ് ഹാജി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ കൈ പിന്നിലേക്ക് കെട്ടി, കണ്ണ് കെട്ടി പിന്നിലേക്ക് നിർത്തി. അതാ ബ്രിട്ടീഷ് പട്ടാളം പറയുന്നു, ഫെയർ വെക്കടാ വടി എന്ന് പറയുമ്പോൾ ആ അഹമ്മദ് ഹാജി തിരിഞ്ഞു നിർത്തി വെടിവെക്കുമ്പോൾ അഹമ്മദ് ഹാജി തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബ്രിട്ടീഷ് പട്ടാളമേ. വളരെ മോശപ്പെട്ട വാക്ക്, അതിവിടെ പറയാൻ പറ്റാതെ കൊണ്ട് പറയുന്നില്ല. അത്രയും ചട്ടകളെ എന്ന് വിളിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തോടു കൂടി പറഞ്ഞു, ഈ ശരീരത്തിൽ ഒലിക്കുന്ന രക്തമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ രക്തമാണ്. എന്റെ പിന്നിൽ വെടിവെക്കണ്ട. ഇതാ
ഈ നെഞ്ചത്തേക്ക് വെക്കടാ വെടി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജയ് ഹിന്ദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവിടെ ഷഹീദായി പോകുന്നു. എത്ര സംഭവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നിട്ടും ഇന്ന് മുസ്ലിമീങ്ങളെ അവഗണിക്കപ്പെടുമ്പോൾ എൻ്റെ പൊതുസമൂഹം ഈ ചരിത്രങ്ങൾ അറിയണം. ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതിയ ഓരോരുത്തരും അവരുടെ പോരാട്ടം മാത്രമായിരുന്നില്ല, ദീനിപരമായും അവർ നമ്മെക്കാൾ എത്രയും ഉയർന്ന നിലയിലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു കൂട്ടട്ടെ. അവരുടെ പാഠം പഠിച്ച് ആ ജീവിതം പിന്തുടരാൻ അള്ളാഹു നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ.